ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ലേണിംഗ് ഏത് ചൂസ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മൾ. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഡിബേറ്റ് ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നമ്മുടെ ചാനലിൽ. അതിന്റെ പാർട്ട് 2 വരുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓൺലൈൻ ലേണിംഗ് എന്നുള്ളത്. കോവിഡ് വന്ന സമയത്ത് നമ്മൾ താൽക്കാലികമായി അഡാപ്റ്റ് ചെയ്ത ഒരു മെത്തേഡ് അല്ലേ, അല്ലെങ്കിൽ ഹൈബ്രിഡ് മെത്തേഡ് എന്നുള്ളത് താൽക്കാലികമായി നിന്ന് പോകുന്ന ഒരു കാര്യമല്ലേ, ലോങ് ടേമിൽ പോകാൻ പോകുന്നത് ഓഫ്ലൈൻ ആയിട്ടുള്ള മെത്തേഡ് തന്നെയല്ലേ, അതിനല്ലേ കൂടുതൽ റിസൾട്ട് വരുന്നത് എന്നൊക്കെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അറ്റ് പ്രസന്റ് ശരിയായിരിക്കാം, പക്ഷെ നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ഓൺലൈനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കംപ്ലീറ്റ് ലൈഫ് പതുക്കെ ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ ട്രാൻസാക്ഷൻ, മൂവി വാച്ചിങ്, അങ്ങനെ ഷോപ്പിംഗ്, അങ്ങനെ എന്ത് തുടങ്ങിയുള്ള കാര്യങ്ങളും പണ്ട് നമ്മൾ ഓഫ്ലൈനിൽ നിന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയി ചെയ്തതിനേക്കാളും കൂടുതലായി നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈനെ തന്നെയാണ്. ഡെഫിനറ്റ്ലി പഠനത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മൾ പതുക്കെ ഓൺലൈനിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. 2020 കോവിഡ് വന്നുകൊണ്ട് മാത്രം വന്ന ഒരു സംഗതിയല്ല ഈ ഓൺലൈൻ ലേണിംഗ്. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ, ഓൺലൈൻ ആയിട്ടുള്ള പല കോഴ്സുകളും ഇതിന് മുന്നേ ഇവിടെ റൺ ചെയ്തിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊന്നും അത്ര അവെയർ ആയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കോവിഡ് അതിനൊക്കെ കുറച്ച് ആക്കം കൂട്ടി കൂടുതലായിട്ട് ഓൺലൈൻ പഠിക്കാൻ നമുക്കുള്ള അവസരങ്ങളും ടെക്നോളജീസും കാര്യങ്ങളും വന്ന സമയത്ത് കുറച്ച് ഫാസ്റ്റായി മൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഈ ഓൺലൈൻ ലേണിംഗ് എന്നുള്ളത് ഭാവിയിലെ വലിയൊരു സാധ്യതയാണ്. അപ്പൊ ഇപ്പം നമുക്ക് പല ലിമിറ്റേഷൻസും ഓൺലൈൻ ലേണിംഗ് കൊണ്ട് ഉണ്ടാവാം. നമ്മളെ ഡിബേറ്റിൽ പറഞ്ഞതുപോലെ നേരിട്ട് ഇന്ററാക്ഷൻസ് നമുക്ക് അത്ര കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒഴപ്പി പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻസ് തരാനും നമ്മൾ ഫോളോ അപ്പ് എടുക്കാനും ആളുകൾ ഉണ്ടെങ്കിൽ, ഡോപ്പയിൽ നമ്മൾ പഠിക്കുന്നത് പോലെ ഡോപ്പയിലെ ഓൺലൈൻ ബാച്ചിൽ നമ്മൾ മെൻറ്റർ, നമ്മളെ ഫാക്കൽറ്റി മെൻറ്റർ, നിങ്ങളെ മോണിറ്റർ ചെയ്യാനുള്ള ക്ലാസ് ടീച്ചേഴ്സ്, ഇവിടെ നിന്നുള്ള ഫോളോ അപ്പ് കോൾസ്, ഒരു സ്ട്രോങ് സപ്പോർട്ട് നിങ്ങളെ പാരന്റ്, ഈ സിസ്റ്റം ഒക്കെ നമ്മളെ മുന്നിൽ ഉണ്ടായിരുന്നതിൽ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ്. അപ്പം നമ്മളെ റെസിഡൻഷ്യലിലേക്കോ അല്ലെങ്കിൽ ഇവിടെ പോയി പഠിക്കാനുള്ള റെസ്ട്രിക്ഷൻ ഒരിക്കലും നമ്മളെ വിദ്യാഭ്യാസത്തിന്, നമ്മളെ ആഗ്രഹത്തിന് നമ്മളെ തളർത്താൻ പാടില്ല. നമുക്കുള്ള ഒരുപാട് വാതിലുകൾ ഓൺലൈനായിട്ട് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നീറ്റിലേക്കുള്ള നിങ്ങളുടെ ഓൺലൈൻ ബാച്ച്. ഓൺലൈൻ ബാച്ച് 5 ബാച്ചസ് ഓൺലൈൻ ഡോപ്പയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 6ാമത്തെ 7ാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കൂടെ റൺ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. മാത്രമല്ല വളരെ എക്സലന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഷുവർ ഷോട്ട് 60 എന്നുള്ള ബാച്ച് ഓൺലൈനിലൂടെ റൺ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ഡോപ്പയുടെ ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടായിരിക്കുന്ന ബാച്ച് ഷുവർ ഷോട്ട് 60 ബാച്ചാണ്. ഈ ബാച്ച് ഉണ്ടായിരിക്കുന്ന റിസൾട്ട് വളരെ വലുതാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ നന്നായി പഠിക്കുന്ന ആളാണ്, നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാണ്ട് ഡോപ്പയുടെ മെന്റേഴ്സിന്റെ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോപ്പയുടെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. 2 ഓപ്ഷൻസ് ആണുള്ളത്. ഡോപ്പയിൽ ഓൺലൈൻ്റെ കോച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാത്രമല്ല സ്കോളർഷിപ്പോട് കൂടി തന്നെ ഓൺലൈൻ പഠിക്കാനുള്ള ഷുവർ ഷോട്ട് 60 ഉണ്ട്. അതിന്റെ പാർട്ട് 1 എക്സാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. സ്റ്റിൽ അതിലേക്കുള്ള എൻട്രി നിങ്ങൾക്ക് വെയിറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾ വളരെ എക്സലന്റ് ആയിട്ട് പഠിക്കുന്ന ആളാണ്, വെൽ ഡിറ്റർമൈൻഡ് ആണെങ്കിൽ ഓൺലൈൻ ഒരിക്കലും ഒരു സെക്കൻഡറി തിങ് അല്ല, നിങ്ങൾ പ്രൈമറി ലേണിംഗ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഡോപ്പയുടെ ഓൺലൈൻ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ഫർദർ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഷുവർ ഷോട്ട് ബാച്ചിനെ കുറിച്ചും നമ്മുടെ റെഗുലർ റിപ്പീറ്റിംഗ് ബാച്ചിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാം. അതിന്റെ പുറമെ തന്നെ ഒരു ഡിജിറ്റൽ ക്ലാസ് റൂം പ്രോഗ്രാം കൂടെ ഡോപ്പ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ ഫർദർ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുക. താങ്ക് യു.